എല്ലാവർക്കും ക്രിസ്തുവേശുവിൽ എൻ്റെ സ്നേഹവന്ദനം. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. ആകാശത്തിലെ പെരിഞ്ഞാറ തൻ്റെ കാലമറിയുന്നു, കുറുപ്രാവും മീവൽ പക്ഷിയും കൊക്കും മടങ്ങിവരവിനുള്ള സമയം അനുസരിക്കുന്നു. എൻ്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല. ഇസ്രായേലുമായുള്ള ബന്ധത്തിൽ ദൈവത്തിൽ നിന്നും പിന്മാറിപ്പോയ, ദൈവത്തിൽ നിന്നും തെറ്റിപ്പോയ ഇസ്രായേലിൻ്റെ മടങ്ങിവരവിനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ വചനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. ഇരമ്യാ പ്രവാചകനിലൂടെ ദൈവം ഇസ്രായേലിനോട് സംസാരിക്കുകയാണ്. നിങ്ങളുടെ മടങ്ങിവരവിൻ്റെ സമയമായി. ഈ വചനമെടുത്ത് വായിച്ചാൽ ആകാശത്തിലെ പെരിഞ്ഞാറ, കുറുപ്രാവ്, മീവൽ പക്ഷി, കൊക്ക് എന്നിങ്ങനെ ദൈവം വാക്കിനാൽ ഉളവാക്കിയ പക്ഷികൾ തങ്ങളുടെ കാലവും സമയവും അറിഞ്ഞ് അനുസരിക്കുന്നു എന്ന് വചനം പറയാം. നമുക്കറിയാം, പക്ഷികൾ രാവിലെ തങ്ങളുടെ കൂടുകളെ വിട്ട് ഉപേക്ഷിച്ച് ഇര തേടി യാത്രയാകുകയും സന്ധ്യയാകുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരമാകുമ്പോൾ തങ്ങളുടെ വാസസ്ഥലത്തേക്ക് എവിടെ നിന്നാണോ രാവിലെ പുറപ്പെട്ടത് അവിടേക്ക് തന്നെ മടങ്ങിയെത്തുന്നത് നമുക്ക് കാണാം. എന്നാൽ സീസണിൽ പോകുകയും വരികയും ചെയ്യുന്ന പക്ഷികളുണ്ട്. ദേശാടന പക്ഷികൾ പോലുള്ള പക്ഷികൾ ഒരു സീസണിലേക്ക് പോവുകയും തൻ്റെ അവിടുത്തെ സീസൺ കഴിഞ്ഞെന്ന് മനസ്സിലാക്കി എവിടെ നിന്നാണോ യാത്ര പുറപ്പെട്ട ആ ദേശത്തേക്ക് മടങ്ങി വരികയും ചെയ്യും. എന്നാൽ ദൈവം ഇരമ്യാ പ്രവാചകനിലൂടെ പറയുക, എൻ്റെ ജനം അനുസരിക്കുന്നില്ല. ഞാൻ ഉളവാകട്ടെ എന്നുള്ള കൽപ്പനയിൽ ഉളവാക്കിയ പക്ഷി മൃഗാദികൾ യഹോവയെ അനുസരിക്കുമ്പോൾ തൻ്റെ കൈകളാൽ, തൻ്റെ വിരലുകളാൽ നിർമ്മിക്കപ്പെട്ട മനുഷ്യൻ, തൻ്റെ ജീവശ്വാസത്തെ വഹിക്കുന്ന മനുഷ്യൻ തൻ്റെ വാക്ക് കേൾക്കുന്നില്ല. എൻ്റെ ജനമോ എൻ്റെ ന്യായത്തെ അറിയുന്നില്ല. 8-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം, അതിൻ്റെ മുമ്പിലുള്ള വാക്യത്തിൽ നമുക്ക് ഈ ഭാഗം കാണാം. നീ അവരോട് പറയേണ്ടത് എന്തെന്നാൽ, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഒരുത്തൻ വീണാൽ എഴുന്നേൽക്കില്ലയോ? ഒരുത്തൻ വഴിതെറ്റിപ്പോയാൽ മടങ്ങി വരികയില്ലയോ? യെരുശലേമിലെ ഈ ജനമോ ഇടപെടാതെ പിന്മാറ്റമായി പിന്മാറിയിരിക്കുന്നതും വഞ്ചന മുറുകെ പിടിച്ചിരിക്കുന്നത് കൊണ്ടും മടങ്ങി വരുവാൻ മനസ്സില്ലാതിരിക്കുന്നതും എന്ത്? ഇസ്രായേൽ മടങ്ങി വരാത്തത് മൂലം, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മാറിപ്പോയിട്ട് വഴിതെറ്റിപ്പോയിട്ട് മടങ്ങി വരാത്തത് മൂലം വേദനിക്കുന്നൊരു ദൈവത്തെ ഈ വചനങ്ങളിലൂടെ നമുക്ക് കാണാം. യേശു കർത്താവ് സുവിശേഷങ്ങളിൽ, ലൂക്കോസിൻ്റെ സുവിശേഷം 15-ാം അധ്യായത്തിൽ ഒരു ഉപമയിൽ ഈ അപ്പനെ വെളിപ്പെടുത്തി നൽകിയിട്ടുണ്ട്. 2 പുത്രന്മാരുള്ള ഒരു അപ്പൻ്റെ ഉപമ അവിടെ കർത്താവ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇളയ മകൻ അപ്പനോട് തൻ്റെ ഓഹരി മുഴുവൻ വാങ്ങി ദൂരദേശത്തേക്ക് യാത്രയാകുകയും അവിടെ ദുർനടപ്പുകാരനായി ജീവിച്ച് തൻ്റെ വസ്തു നാനാവിധമാക്കി കളഞ്ഞു. അവൻ അവിടെ വലിയൊരു ക്ഷാമം നേരിടുകയും തൻ്റെ വസ്തുവെല്ലാം നഷ്ടമായി ആ ദേശത്തിലെ ഒരു പൗരൻ്റെ അടുക്കൽ ജോലിക്കായി ചെല്ലുകയും അവിടെ അവനെ പന്നികളെ നോക്കുവാൻ ഏൽപ്പിക്കുകയും ചെയ്യുന്നു. പന്നികളുടെ ഇടയിൽ ജീവിച്ച് പന്നികൾ കഴിക്കുന്ന വാളവഴ കഴിക്കുവാൻ അവൻ ആഗ്രഹിക്കുകയും എന്നാൽ ആരും അവന് നൽകാതിരിക്കുകയും ചെയ്യുമ്പോൾ അവന് സുബോധം വന്നിട്ട് അവൻ പറയാ, ഞാൻ അപ്പൻ്റെ അടുക്കൽ ചെല്ലും. അപ്പൻ്റെ അടുക്കലെ കൂലിക്കാർ അവരുടെ ഭക്ഷണം തിന്ന് ശേഷിപ്പിക്കുമ്പോൾ ഞാനിവിടെ നശിക്കുക. ഞാൻ അപ്പൻ്റെ അടുക്കൽ ചെന്ന് അപ്പനോട് പറയും, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെന്ന പേരിന് ഞാൻ യോഗ്യനല്ല എന്ന് പറഞ്ഞ് അപ്പൻ്റെ അടുക്കൽ ചെന്ന് അപ്പൻ്റെ കൂലിക്കാരനായിട്ട് ഞാൻ ഇനി ജീവിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട് ഈ മകൻ മടങ്ങി വരുമ്പോൾ അതിൻ്റെ 20-ാം വാക്യത്തിൽ നമ്മൾ കാണാം, അങ്ങനെ അവൻ എഴുന്നേറ്റ് അപ്പൻ്റെ അടുക്കൽ പോയി. ദൂരത്തു നിന്ന് തന്നെ അപ്പൻ അവനെ കണ്ടു.
മനസ്സലിഞ്ഞ് ഓടിച്ചെന്ന് അവൻ്റെ കഴുത്ത് കെട്ടിപ്പിടിച്ച് അവനെ ചുംബിച്ചു. മകൻ പറഞ്ഞു അവനോട്, അപ്പാ, ഞാൻ സ്വർഗത്തോടും നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകൻ എന്ന് വിളിക്കപ്പെടുവാൻ യോഗ്യനല്ല. അപ്പൻ്റെ പ്രതികരണം ശ്രദ്ധിക്കണം. അപ്പൻ ഇതിന് മറുപടിയൊന്നും പറയുന്നില്ല. അപ്പൻ തൻ്റെ ദാസന്മാരോട് പറയുക, വേഗം മേൽത്തരമായ അങ്കി കൊണ്ടുവന്ന് ഇവനെ ധരിപ്പിൻ, ഇവൻ്റെ കൈക്ക് മോതിരവും കാലിന് ചെരുപ്പും ഇടുവിപ്പിൻ, തടിച്ച കാളക്കുട്ടിയെ കൊണ്ടുവന്ന് അറപ്പിൻ, നാം തിന്ന് ആനന്ദിക്കുക. ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ച് കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ അവർ ആനന്ദിച്ചു തുടങ്ങി. ഇത് സ്വർഗത്തിലെ അപ്പനെക്കുറിച്ച് യേശു കർത്താവ് പറഞ്ഞ വചനമാണ്. നമ്മുടെ മടങ്ങിവരവിനെ ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഏത് സമയമാണോ ദൈവസന്നിധി വിട്ട് മാറിപ്പോയേ, ആ സമയം മുതൽ എൻ്റെയും നിങ്ങളുടെയും മടങ്ങിവരവോർത്ത് കാത്തിരിക്കുന്ന ഒരപ്പൻ. എൻ്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല, എൻ്റെ ന്യായപ്രമാണം അറിയുന്നില്ല, എൻ്റെ ഇഷ്ടം അറിയുന്നില്ല. ഇന്ന് പകൽക്കാലം ദൈവസന്നിധിയിൽ നിന്ന് മാറിപ്പോയി തന്നെ ഇനി ദൈവം കൈക്കൊള്ളില്ല എന്നുള്ളൊരു ചിന്തയിൽ ആരെങ്കിലും എൻ്റെ ഈ വചനം കേൾക്കുന്നെങ്കിൽ, ആ അപ്പൻ നിങ്ങളെ കാത്തിരിക്കുന്നു. മടങ്ങി വരിക, മടങ്ങി അപ്പനോടുകൂടെ സന്തോഷിക്കുക. നമ്മൾ വചനം വായിച്ചപ്പോൾ കണ്ടു, മുൻപത്തെക്കാളും അധികമായി അവനെ സ്നേഹിക്കുന്ന ഒരു അപ്പനെ അവൻ എക്സ്പീരിയൻസ് ചെയ്യുന്നു. അവൻ തിരിച്ചറിയുന്നു അപ്പൻ്റെ സ്നേഹം. ഇന്ന് പകൽക്കാലം നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരാം. ആ അകലം ഇന്ന് കുറയ്ക്കാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വചനം എല്ലാവർക്കും വിടുതലും ആശ്വാസവുമാകട്ടെ. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ തിരുസന്നിധിയിൽ നിന്ന് വിട്ട് ഞാൻ മാറിപ്പോയി. അങ്ങയുടെ സ്നേഹവും ഇഷ്ടവും വേണ്ടെന്ന് വെച്ച് എൻ്റേതായ കാര്യങ്ങളിൽ ശ്രദ്ധ മുഴുകി ഞാൻ എൻ്റേതായ നിലകളിൽ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് മാറിപ്പോയപ്പാ, ഞാനൊരു മടങ്ങിവരവ് ആഗ്രഹിക്കുന്നു. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞൊരു മകനെ പോലെ അല്ലപ്പാ, ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു മകനെ പോലെ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ആഗ്രഹിക്കുന്ന കർത്താവേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ, സന്തോഷത്താൽ സ്വർഗം അവിടെ നിന്ന് നിറയ്ക്കണപ്പാ. അങ്ങയുടെ സ്നേഹം എന്താണെന്ന് വ്യക്തിപരമായി രുചിച്ചറിയത്തക്ക നിലയിൽ സ്വർഗം ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനത്താൽ കർത്താവെ, അങ്ങയുടെ സ്നേഹത്തെ ഹൃദയത്തിൽ രുചിച്ചറിയുന്നവരായി സ്വർഗം മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുതൽ കൂടെ ഇരിക്കണം. അപ്പൻ്റെ സ്നേഹവും അപ്പൻ്റെ കരുതലും അപ്പൻ്റെ സാമീപ്യവും അപ്പൻ്റെ വിശേഷ വസ്ത്രവും അധികാരത്തിൻ്റെ പൊന്മോതിരവും സ്വർഗമോടെ അണിയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സന്തോഷമില്ലാതിരിക്കുന്ന വ്യക്തികളുടെ ഹൃദയങ്ങളിൽ അനേക ചോദ്യങ്ങളുമായി ഇന്നിരിക്കുന്ന വ്യക്തികളോട് കർത്താവേ, അങ്ങയുടെ സ്നേഹം ഇടപെടണം. അങ്ങ് ആരാണെന്ന് ഇന്ന് രുചിച്ചറിയത്തക്ക നിലയിൽ സ്വർഗം സംസാരിക്കണം. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാം യേശുവിൻ നാമത്തിൽ തന്നെ.